ലൈഫ് മിഷനിൽ സാധാരണ മനുഷ്യർക്ക് വീട് വയ്ക്കാൻ 4 ലക്ഷമാണ് കിട്ടണേ. അത് കോൺഗ്രസ്സുകാരനായാലും ലീഗുകാരനായാലും BJP-കാരനായാലും മാർക്സിസ്റ്റ് പാർട്ടിക്കാരനായാലും CPI-കാരനായാലും 4 ലക്ഷം അല്ലേ? കൂടുതൽ കിട്ടില്ലല്ലോ. അരുവാൾ ചുറ്റയ്ക്ക് വോട്ട് ചെയ്യുന്നവനും കൂടുതൽ കിട്ടില്ല. പാവപ്പെട്ടവന് വീട് വയ്ക്കാൻ 4 ലക്ഷം രൂപ മാത്രം കൊടുക്കുന്ന ഒരു സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിലെ നീന്തൽക്കുളം നവീകരിക്കാൻ വേണ്ടിയിട്ട് 45 ലക്ഷമാണ് അത്ര ചെലവഴിച്ചത്. അതായത് നമ്മുടെ കാര്യം വിട്, ഈ നാഗലശ്ശേരി പഞ്ചായത്തിലടക്കം പാവപ്പെട്ട CPM-കാരന് വീട് വയ്ക്കാൻ കൊടുക്കുന്നത് 4 ലക്ഷമാണെങ്കിൽ മുഖ്യമന്ത്രി നീന്തൽ നടത്തുന്ന നീന്തൽക്കുളം നവീകരിക്കാൻ 11 കുടുംബങ്ങളുടെ പണമാണ് ചെലവഴിച്ചത്. 11 മാർക്സിസ്റ്റ് പാർട്ടിക്കാരന് ചോർന്നൊലിക്കുന്ന കൂരയ്ക്ക് കീഴിക്കിടക്കുന്ന 11 മാർക്സിസ്റ്റ് പാർട്ടിക്കാരന് വീടൊരുക്കാനുള്ള പണം കൊണ്ടുള്ള നീന്തൽക്കുളത്തിൽ ആ മുഖ്യമന്ത്രി നീന്തുന്നതെന്ന് പറഞ്ഞാൽ നമ്മളല്ല ചോദിക്കേണ്ട, മാർക്സിസ്റ്റ് പാർട്ടിക്കാരൻ തന്നെ ചോദിക്കണവരോട്. ഇതേതാ ഈ നീന്തൽക്കുളം എന്നറിയോ? പണ്ട് K. കരുണാകരന് വാഹനാപകടത്തിൽ പരിക്കേറ്റപ്പോ ചികിത്സയുടെ ഭാഗമായിട്ട് നീന്തൽ വേണമെന്ന് ഡോക്ടർ നിഷ്കർഷിക്കുക. അന്ന് പിന്നെ നീന്തൽ നടത്താം, അപ്പോൾ ആരോഗ്യം വീണ്ടെടുക്കാൻ നല്ലതാണല്ലോ, അപ്പോൾ അങ്ങനെ ഒരു നീന്തൽക്കുളം ഉണ്ടാക്കി. അന്നത്തെ CPM-ന്റെ നേതാവ്, പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് CPM അധികാരത്തിൽ വന്നാൽ ക്ലിഫ് ഹൗസിൽ കരുണാകരൻ ഉണ്ടാക്കുന്ന നീന്തൽക്കുളത്തിൽ പട്ടിയെ കുളിപ്പിക്കുമെന്ന. നയനാരാണ് പറഞ്ഞത്. നയനാര് ജീവിച്ചിരിക്കാത്ത ഇവരുടെ ഭാഗ്യം. അല്ലെങ്കിൽ നയനാര് ചോദിച്ചാനില്ലേ, ഈ 45 ലക്ഷം രൂപയ്ക്ക് പുതുക്കി പണിത നീന്തൽക്കുളത്തിൽ എത്ര വിലപിടിപ്പുള്ള ഏത് നായയാണപ്പാ നീന്തി കുളിക്കുന്നതെന്ന് നയനാര് ചോദിക്കും. എനിക്ക് ഉറപ്പാ, ഇല്ലേ? നയനാര് ചോദിക്കും, അല്ലെങ്കിൽ നമ്മൾ ചോദിപ്പിക്കും. ഇനി 42.5 ലക്ഷം രൂപയ്ക്കായിട്ട് മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിലെ തൊഴുത്ത് നവീകരിച്ചത്. ഈ നാഗലശ്ശേരി പഞ്ചായത്തിലെ CPM-കാരന് ഉൾപ്പെടെ വീട് വയ്ക്കാൻ കിട്ടുന്നത് 4 ലക്ഷം രൂപയാകുമ്പോൾ മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിലെ തൊഴുത്തിലെ പശുവിന് കൂര ഒരുക്കുന്നത് 11 കുടുംബങ്ങൾക്ക് കൊടുക്കുന്ന പണം കൊണ്ടാണ്. നിങ്ങളെല്ലാവരും പിരിവിട്ട് ഓരോ ലിറ്റർ മിൽമ പാല് തൃത്താലയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് അയച്ചു കൊടുത്താൽ പോലും, അത് അവിടെ പോയി കാറ് വിളിച്ച് പുഴുകി കൊടുത്താൽ പോലും ഇത്രയും കാശാവില്ല. ഇനി 2 നിലയുള്ള ക്ലിഫ് ഹൗസിൽ ലിഫ്റ്റ് വെച്ചത് 25 ലക്ഷം രൂപയാണ്. 5 കുടുംബങ്ങൾക്കുള്ള വീടാണ്. 5 കുടുംബങ്ങൾക്കുള്ള വീട്. മനസ്സിലായോ? പ്രയോറിറ്റി എന്താ? പാവപ്പെട്ടവരെ ഉന്നമനത്തിന് വേണ്ടി ഇത്രത്തോളം പ്രയാസപ്പെടുന്ന ഒരു പാർട്ടി വേറെ ഇല്ല. പക്ഷേ യോഗി ആദിത്യനാഥിന്റെ തൊഴുത്തിന് പോലും ഇല്ലാത്ത സൗകര്യങ്ങളാണ് പിണറായി വിജയന്റെ തൊഴുത്തിലെ പശുക്കൾക്ക് കിട്ടുന്നത്. സംഗീതം ആസ്വദിച്ചുകൊണ്ടാണ് പാൽ ചുരത്തുന്നത്. അത്രേ എത്ര കഷ്ടപ്പെട്ടാണ് അദ്ദേഹം നമ്മളെ ഭരിക്കുന്നത് ഓർക്കുമ്പോഴാണ് നമുക്ക് സങ്കടം വരുന്നത്.